Hello everyone, this is Deepthi Thomas from Teachers Academy. OET റീഡിംഗ് പാർട്ട് സിയിൽ വരുന്ന എക്സ്പ്രഷൻസ്. നമ്മൾ പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് കേട്ടിട്ടുണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ കാണിക്കാറുമുണ്ട്, കാണാറുമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാറുമുണ്ട്. പക്ഷേ റീഡിങ്ങിൻ്റെ അകത്ത് എക്സ്പ്രഷൻ വന്നാൽ അതെങ്ങനെയായിരിക്കും മനസ്സിലാക്കുക? ഡൗട്ടാണല്ലേ? സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിംഗ് പാർട്ട് സിയിൽ എക്സ്പ്രഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഓതേഴ്സിൻ്റെ വ്യൂ പോയിൻ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡിയല്ലേ? പോകാം വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ OET റീഡിംഗ് പാർട്ട് സിയിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ OET റീഡിംഗ് പാർട്ട് സിയിൽ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ്, അല്ലേ? ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്രേസ് തന്നിട്ട് അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ഐഡിയാനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഓഥറിന്റെ എന്ത് കാഴ്ചപ്പാടെയാണ് ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. അത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, പ്ലസ് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ആൻസറിലോട്ട് എത്താം. ഓക്കെ, സോ എക്സ്പ്രഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് പാർട്ട് സിയിലാണ് അത് മിക്കവാറും ചോദിക്കപ്പെടുന്നത്, പാർട്ട് ബിയിലല്ല. സോ പാർട്ട് സിയില് എക്സ്പ്രഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കാം. ഓക്കെ, സോ നമുക്ക് 3 രീതിയിലാണ് നമ്മൾ എക്സ്പ്രഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ കോണ്ടെക്സ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലേ? അതെന്താണ് ചോദിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എലിമിനേറ്റിംഗ് ഓപ്ഷൻസ്, നമ്മൾ നല്ല കറക്റ്റ് റീസൺ വെച്ചിട്ട് എന്തുകൊണ്ട് ഈ 3 ഓപ്ഷൻ തെറ്റി, എന്തുകൊണ്ട് A ഓപ്ഷൻ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് B ഓപ്ഷൻ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എലിമിനേറ്റിംഗ് നമ്മൾ കറക്റ്റ് റീസണിങ് വെച്ചിട്ട് അത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പാരഗ്രാഫ്, ആ ഒരു ഫ്രേസ് തന്നെങ്കിൽ അയാൾ ഡീപ്പറായിട്ട് നമ്മളോട് ആ ഒരു ഫ്രേസിന് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ജിസ്റ്റ്, ഒപ്പീനിയൻ, ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക എന്നാണ്. നമ്മൾ 3 രീതിയിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 3 രീതിയിലല്ല, ആ ഒരു 3 സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ എന്നിട്ട് ഫ്രേസൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ആയ ക്വസ്റ്റ്യൻ 2 രീതിയിലായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ സെഷനിൽ നമ്മൾ നോക്കിയായിരുന്നു. ഇറ്റ്, ദിസ്, ദാറ്റ്, അങ്ങനത്തെ പ്രൊനൗൺ ചോദിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫ്രം ദ ഫസ്റ്റ് പാരഗ്രാഫ്, what does it refers to, or what does that refer to, what does this refers to. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഈ പ്രൊനൗണിന്റെ നൗണ്ട് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊനൗണിന്റെ മുൻപിലായിരിക്കും, അല്ലേ? ബാക്ക്വേർഡ് നമ്മൾ പറഞ്ഞില്ലേ, ബാക്ക്വേർഡ് ആയിട്ട് അത് നമുക്ക് വായിക്കാം. ഇട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടിന്റെ മുൻപുള്ള കാര്യങ്ങളായിരിക്കും ഇട്ടിനെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ദിസ് എന്ന് പറഞ്ഞാൽ ദിസിന്റെ മുൻപുള്ള കാര്യമായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡാർക്ക് സൈഡ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെല്ലാം എപ്പോഴും അതിന്റെ മുൻപിലായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ആഫ്റ്റർ ദാറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി ബിഫോർ ദാറ്റ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഓവറോൾ ഒരു പാരാഗ്രാഫിനെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഓഥറിന്റെ കാഴ്ചപ്പാടിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ ഒരിക്കലും ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ മുൻപിൽ എഴുതണം അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ എഴുതണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അതിന് മുൻപിൽ എഴുതുന്ന കാര്യത്തിന് ക്വസ്റ്റ്യനിൽ വ്യത്യാസം കാണും. ഇറ്റ്, ദിസ്, ദാറ്റ്, ദേ, അങ്ങനത്തെ പ്രൊനൗൺസ് ഉപയോഗിക്കും. സോ അങ്ങനത്തെ പ്രൊനൗൺസ് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനിലായിരിക്കും അതിന്റെ മുൻപുള്ള നൗണിനെ ആയിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് പ്രൊനൗൺ അല്ലല്ലോ. സോ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ട് അത് നമ്മളോട് എന്തൊരു ഐഡിയാനെയാണ് എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റൈറ്ററിന്റെ കാഴ്ചപ്പാടിനെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാരാഗ്രാഫിന്റെ കാഴ്ചപ്പാടിനെ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ആയിരിക്കും നമ്മളോട് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദ ഡിഫറൻസ് ഈസ്. എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസിലും പിന്നെ ഇങ്ങനത്തെ റെഫറൻസ് ക്വസ്റ്റ്യനിലും ഉള്ള വ്യത്യാസമാണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. In the paragraph, the writer uses the phrase dark side to reinforce the idea that. കണ്ടോ, ഇവിടെ അയാൾ ഉപയോഗിച്ച ഫ്രേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഏതാണ്? ഡാർക്ക് സൈഡ്. എന്നാൽ ഡാർക്ക് സൈഡ് എന്നൊരു എക്സ്പ്രഷനിൽ നിന്ന് റൈറ്റർ നമ്മളോട് എന്ത് ഐഡിയ ആണ് റീഇൻഫോഴ്സ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്?
ചോദ്യം മനസ്സിലായോ? അപ്പോൾ ഡാർക്ക് സൈഡ്, അപ്പോൾ ഡാർക്ക് സൈഡ് പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് റൈറ്റർ നമ്മളോട് എന്ത് ഐഡിയയാണ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരിക്കലും അതിന്റെ മുൻപുള്ള കാര്യമായിരിക്കണം. ആ ഡാർക്ക് സൈഡ് പാരഗ്രാഫിൽ എഴുതിയ ഡാർക്ക് സൈഡിന്റെ മുൻപുള്ള കാര്യം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ സംടൈം ട്രൈങ് ടു മേക്ക് ദ ഹോൾ പാരഗ്രാഫ്, എല്ലാ പാരഗ്രാഫ് ഒരു ഹോൾ പാരഗ്രാഫിനെ കുറിച്ചായിരിക്കും ഈ ഒരു വാക്ക് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരിക്കലും അതിന് മുൻപോ അതിന്റെ തൊട്ട് ബാക്കിലുള്ള കാര്യങ്ങൾ ആവണം എന്ന് നിർബന്ധമില്ല. Okay, so when you get such questions, you don't just read the line that this expression is. You have to read the entire paragraph വായിച്ച് പാരഗ്രാഫിലെ ഐഡിയ, പാരഗ്രാഫിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇൻ ദ പാരഗ്രാഫ് ദ റൈറ്റർ യൂസസ് ദ ഫ്രേസ് ഡാർക്ക് സൈഡ് ടു റീഇൻഫോഴ്സ് ദി ഐഡിയ ദാറ്റ്. ഡാർക്ക് സൈഡ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചെങ്കിൽ എന്ത് ഐഡിയനെയാണ് അവിടെ റൈറ്റർ റീഇൻഫോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇനി നമുക്ക് പാരഗ്രാഫ് വായിക്കാം. The brain's extraordinary ability to store new memories and forge association is so well celebrated that its dark side is often regarded. ഇപ്പൊ നമ്മൾ ഈ വാക്ക് ഡാർക്ക് സൈഡ് എന്നൊരു വാക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം എന്താണ്? ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്കിന് എന്തോ നെഗറ്റീവാണ് റൈറ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ആ ഒരു ഡാർക്ക് സൈഡ് എന്ന് നമ്മൾ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്താണ്? എന്തോ നെഗറ്റീവ് ആണോ റൈറ്റർ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലേ? പക്ഷെ അതിന് മുൻപുള്ള ലൈൻ നോക്കിക്കേ. ദ ബ്രെയിൻസ് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ടു സ്റ്റോർ ന്യൂ മെമ്മറീസ് ആൻഡ് ഫോർജ് അസോസിയേഷൻ ഈസ് സോ വെൽ സെലിബ്രേറ്റഡ് ദാറ്റ് ഇറ്റ്സ് ഡാർക്ക് സൈഡ് ഈസ് ഓഫൻ ഡിസ്റിഗാർഡഡ്. എന്താണ്? നമ്മുടെ ബ്രെയിനിന് എബിലിറ്റീസ് ഉണ്ട്. എന്താണ് എബിലിറ്റി? പുതിയ മെമ്മറി സ്റ്റോർ ചെയ്യാനും ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ ബ്രെയിനിന് ഉള്ള എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി നമ്മൾ വളരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന് നല്ല കപ്പാസിറ്റി ഉണ്ട്. അതൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇരുണ്ട വശം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? അവഗണിക്കപ്പെടുന്നുണ്ട്. ബ്രെയിനിന് ഒരു പോസിറ്റീവ് ഉണ്ട്, ബ്രെയിനിന് ഒരു നെഗറ്റീവ് ഉണ്ട്. ബ്രെയിനിന്റെ പോസിറ്റീവ് ആണ് എന്താണ്? ബ്രെയിനിന് മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അസോസിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അത്ര വലിയ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ളത് കൊണ്ട് പലപ്പോഴും അതിന്റെ ഇരുണ്ട വശം അല്ലെങ്കിൽ അതിന്റെ ഡാർക്ക് സൈഡ് എന്താണ്? അവഗണിക്കപ്പെടാറുണ്ട്. ഓക്കെ, എ ഫീലിംഗ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലായി അയാൾ പോസിറ്റീവ് ബ്രെയിനിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ എന്തോ ഒരു നെഗറ്റീവിലോട്ടാണ് അയാൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത് ആ ഒരു വായന മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് എ ഫീലിംഗ് ഓഫ് കണ്ടെന്റ്മെന്റ് ഈസ് ഈസിലി ഇവോക്ഡ് വെൻ വി സീ എ ഫോട്ടോ ഓഫ് അവർ ലവ്ഡ് വൺ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്നേഹിതന്റെയോ അല്ലെ നമുക്ക് നമ്മുടെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി മെമ്പറിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഫീലിംഗ് നമുക്ക് വരാറില്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ ആരാ കൊണ്ടുവരുന്നത്? ബ്രെയിൻ ആണ് അത് കൊണ്ട്. ബിക്കോസ് നമുക്ക് അയാളുമായിട്ട് നമുക്ക് എന്തോ ഒരു നല്ല ഒരു പോസിറ്റീവായ ഒരു എക്സ്പീരിയൻസ് അയാളുമായിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ്? ഒരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് വരുന്നത്, അല്ലേ? ഇൻ ദ കേസ് ഓഫ് എ ഫോബിയ. പക്ഷെ ഒരു ഫോബിയയുടെ കേസ് വരുമ്പോൾ, ഫോബിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഉണ്ടാകുന്ന പേടി, അല്ലേ? ഒരാളെ കുറിച്ചോ അല്ലെ എന്തിനെ കുറിച്ചോ നമുക്ക് ഉണ്ടാകുന്ന പേടി, അതാണ് ഫോബിയ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് എ ഫോബിയ, ഹൗ എവർ, എ നാസ്റ്റി എക്സ്പീരിയൻസ് വിച്ച് സേ സ്പൈഡേഴ്സ്, കണ്ടോ? that once triggered a panic reaction leads to feeling to research whenever the relevant cue is seen again. പക്ഷെ ഫോബിയയുടെ കേസ് വരുമ്പോൾ നമുക്ക് എന്താണ്? ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഇപ്പം ഒരാൾ സ്പൈഡറിനെ കണ്ടിട്ട് അയാൾക്ക് ആ സ്പൈഡറുമായിട്ടൊരു നാസ്റ്റി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ആ ഒരു ആദ്യമായിട്ട് അയാൾ സ്പൈഡറിനെ കണ്ടപ്പോൾ എന്തോ ഒരു എക്സ്പീരിയൻസ് അയാൾക്ക് ആ സ്പൈഡറുമായിട്ട് ഉള്ളത് കൊണ്ട് അയാൾ എപ്പോഴൊക്കെയോ ആ റെലവെന്റ് ആയ ആളെ അല്ലെങ്കിൽ റെലവെന്റ് ആയ ക്യൂനെ കാണുമ്പോൾ അയാൾക്ക് ആ സെയിം ഫീലിംഗ് തിരിച്ചു വരാറുണ്ട്, അല്ലേ? അപ്പം ഡാർക്ക് സൈഡ് എന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഇവിടോട്ടല്ലേ പോകുന്നത്? ബ്രെയിനിന്റെ ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞത് ഫോബിയയുടെ കേസിലോട്ടാണ് റൈറ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഏകദേശം നമുക്ക് മനസ്സിലായി, അല്ലേ?
ബ്രെയിനിന്റെ നല്ല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ബ്രെയിനിന്റെ ഇരുണ്ട വശം പലപ്പോഴും എന്താണ് അവഗണിക്കപ്പെടാറുണ്ട് അല്ലേ? ഇരുണ്ട വശം ഏതായിരിക്കും? അയാൾ ആ ഇരുണ്ട വശം ഡാർക്ക് സൈഡ് ഉദ്ദേശിക്കുന്നത് ഈ ലാസ്റ്റിലത്തെ 2 ലൈനിൽ നിന്നല്ലേ? ആണല്ലോ. സോ അപ്പോൾ ഡാർക്ക് സൈഡിന്റെ ഒരു ഏകദേശം നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ട് റൈറ്റർ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് അല്ലേ? ക്ലിയർ ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരിക്കലും അതിന്റെ മുൻപുള്ള കാര്യങ്ങൾ ആവണമെന്നില്ല. കഴിഞ്ഞ ഒരു 6 പാരഗ്രാഫിൽ മൊത്തമായിരിക്കും ചിലപ്പം അയാൾ അതിന്റെ ഐഡിയാനെ ഉദ്ദേശിക്കുന്നത് അല്ലേ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ, അപ്പൊ പാരഗ്രാഫ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഡാർക്ക് സൈഡ് എന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം കൂടി നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒരു വട്ടം കൂടി ഒന്ന് ചോദിക്കാം. In the paragraph, the writer uses a phrase dark side to reinforce the idea that എന്ത് ഐഡിയാനെ എടുത്ത് കാണിക്കാൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യാനാണ് റൈറ്റർ അവിടെ ഡാർക്ക് സൈഡ് എന്നൊരു ഫ്രേസ് ഉപയോഗിക്കുന്നത്? അപ്പം സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ഒരിക്കലും ആവില്ല. ബിക്കോസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇയാൾ ചോദിച്ചിരിക്കുന്നത് എന്ത് ഐഡിയാനെ കാണിക്കാനാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. മെമ്മറീസ് ഓഫ് എഗ്രിയബിൾ ഇവന്റ്സ് ടെൻഡ് ടു ബി ഇൻഅക്യുറേറ്റ്. മെമ്മറീസ് ഓഫ് എഗ്രിയബിൾ ഇവന്റ്സ് ടെൻഡ് ടു ബി ഇൻആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്ന ഇവന്റ്സിന്റെ അല്ലെങ്കിൽ സ്വീകാര്യമായ സംഭവങ്ങളുടെ ഓർമ്മകൾ കൃത്യമല്ല. നമുക്ക് അങ്ങനെ ആ ഡാർക്ക് സൈഡിൽ നിന്ന് അയാൾ അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? നമ്മുടെ ഡാർക്ക് സൈഡ് നമ്മൾ വായിച്ചിട്ട് നമ്മൾ താഴെ വന്നപ്പോൾ അയാൾ എന്തോ ഒരു ഫോബിയാനെ കുറിച്ചോ നമുക്കുണ്ടായ ഒരു നാസ്റ്റി എക്സ്പീരിയൻസിനെ കുറിച്ചോ എന്തോ അയാൾ അവിടെ പറയുന്നുണ്ട് അല്ലേ? പക്ഷേ എഗ്രിയേബിൾ ഇവന്റ്സ് അല്ലെങ്കിൽ സ്വീകാര്യമായ സംഭവങ്ങളുടെ ഓർമ്മകൾ കൃത്യമല്ല, ആ രീതിയിൽ വല്ലതും പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കതൊന്ന് മാറ്റിവെക്കാം അല്ലെ? നെക്സ്റ്റ് ബി വായിച്ചേ. പോസിറ്റീവ് മെമ്മറി ക്യാൻ ബി നെഗറ്റീവ്ലി ഡിസ്റ്റോർട്ടഡ് ഓവർ ടൈം. പോസിറ്റീവായ മെമ്മറി വിത്ത് ടൈം നെഗറ്റീവായി മാറാറുണ്ട്. അങ്ങനെ അവിടെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു ബ്രെയിനിന് നല്ല മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അസോസിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും എന്താണ് ഇരുണ്ട വശം അവഗണിക്കപ്പെടാറുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അതിന്റെ അർത്ഥം പോസിറ്റീവായ ഒരു മെമ്മറി വിത്ത് ടൈം നെഗറ്റീവായിട്ട് മാറാറുണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. നമുക്ക് പണ്ട് മുതലേ ഉള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീലിംഗേ വരത്തുള്ളൂ. പോസിറ്റീവായ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായ ഫീലിംഗേ വരത്തുള്ളൂ. അങ്ങനെയല്ലേ? അല്ലാണ്ട് പോസിറ്റീവ് മെമ്മറി വിത്ത് ടൈം നെഗറ്റീവായിട്ട് പോകാറുണ്ടെന്ന് ഡാർക്ക് സൈഡിൽ നിന്ന് ആ ഒരു ഫ്രേസിൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അത് നമ്മൾ എയും ബിയും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തു. സി, അൺഹാപ്പി മെമ്മറീസ് ആർ ഓഫൻ മോർ ഡീറ്റെയിൽഡ് ദാൻ ഹാപ്പി വൺസ്. അൺഹാപ്പി അല്ലെങ്കിൽ നാസ്റ്റി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഹാപ്പി എക്സ്പീരിയൻസിനെ കാട്ടിലും ഡീറ്റെയിൽഡ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കമ്പാരിസൺ ആയിട്ട് ഓഥർ ഇവിടെ ചെയ്യുന്നുണ്ടോ? ഡാർക്ക് സൈഡ് എന്നൊരു വാക്കിൽ നിന്ന് അയാൾ എന്തെങ്കിലും കമ്പാരിസൺ ചെയ്യുന്നുണ്ടോ? പോസിറ്റീവ് ഫീലിംഗ് നെഗറ്റീവ് ഫീലിംഗിനെ കുറിച്ച് കമ്പാരിസൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. അയാൾ ജസ്റ്റ് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് പലപ്പോഴും അതിന്റെ ഡാർക്ക് സൈഡ് നമ്മൾ അവഗണിക്കാതെ അതിന് പോകാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഡാർക്ക് സൈഡിനെ ഒത്തിരി ഒന്നും ആരും നോക്കുന്നില്ല. ബിക്കോസ് നമുക്ക് ബ്രെയിനിന് നല്ല നല്ല ക്വാളിറ്റീസ് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. ക്ലിയർ ആണോ? പക്ഷെ ബ്രെയിനിന് എന്തുണ്ട്? ഡാർക്ക് സൈഡ് ഉണ്ട്. ആ ഡാർക്ക് സൈഡ് ആണ് താഴെ അയാൾ ഫോബിയമായിട്ട് പറയുന്നത് അല്ലേ? ബിക്കോസ് നമുക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ നിലനിന്നിട്ട് നമ്മൾ അതിനെ പിന്നെയും കാണുമ്പോൾ നമ്മുടെ ആ ബാഡ് എക്സ്പീരിയൻസ് പിന്നെയും പൊങ്ങി വരും. അത് ബ്രെയിനിന്റെ ഒരു ഡാർക്ക് സൈഡ് അല്ലേ? അങ്ങനെയല്ലേ അയാൾ അവിടെ ഉദ്ദേശിക്കുന്നത്? സോ ആ ഒരു ഐഡിയനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയല്ലേ ഒരു ഡാർക്ക് സൈഡ് എന്നൊരു ഫ്രേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ അവിടെ ഉപയോഗിച്ചത്? അതെ. ഇനിയും ഡി ഓപ്ഷൻ വായിച്ചേ. അൺപ്ലസന്റ് മെമ്മറീസ്. കണ്ടോ? അൺപ്ലസന്റ് മെമ്മറി എവിടെ നിന്നായിരുന്നു വന്നത്? നാസ്റ്റി എക്സ്പീരിയൻസ്. കണ്ടോ? ആ ഒരു വാക്ക് കണ്ടു, നാസ്റ്റി എക്സ്പീരിയൻസ്. ഓക്കെ. അൺപ്ലസന്റ് മെമ്മറീസ് ആർ അറൗസ്ഡ് ഇൻ റെസ്പോൺസ് ടു സർട്ടൻ പ്രോംസ്. കണ്ടോ? ചില പ്രോംസ് അല്ലെങ്കിൽ ചില നമ്മൾ ഉത്തേജിപ്പിക്കുന്ന ചില എന്തെങ്കിലും കണ്ടാൽ ഉടനെ നമുക്ക് ഉണ്ടാകുന്ന അൺപ്ലസന്റ് മെമ്മറീസ്, അതിന്റെ റെസ്പോൺസിൽ പൊങ്ങി വരുന്ന അൺപ്ലസന്റ് മെമ്മറീസ്.
കാരണം അൺപ്ലസന്റ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായ ഒരു നാസ്റ്റി എക്സ്പീരിയൻസ്, ഒരു വൃത്തിയായിട്ട ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ലായിരുന്നോ? അപ്പോൾ അതിനെ നമ്മൾ പിന്നെയും കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു നാസ്റ്റി ആയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു അൺപ്ലസന്റ് മെമ്മറി പിന്നെയും പൊങ്ങി വരുന്നതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡാർക്ക് സൈഡ്. ക്ലിയർ ആണോ? മനസ്സിലായോ? സോ എപ്പോഴും ഇങ്ങനത്തെ, സോ നമുക്ക് ഡാർക്ക് സൈഡിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയി ദാറ്റ് റൈറ്റർ അവിടെ ഈ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചെങ്കിൽ അയാൾ ആ ഒരു ഫോബിയയുടെ ഒരു ഐഡിയയാണ് റീഇൻഫോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു വാക്ക് കിട്ടിയ ഉടനെ അതിന്റെ തൊട്ടു മുൻപിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ തൊട്ടു ബാക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കരുത്. നമ്മൾ ആ പാരഗ്രാഫിന് മൊത്തം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ആ പാരഗ്രാഫ് മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രോപ്പർ റീസണിങ് വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഫ്രേസ് ഇതിൽ വരുന്നില്ല, ഈ ഒരു ഓപ്ഷൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ നല്ല രീതിയിൽ റീസണിങ് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യണം എന്നാണ്. എന്നിട്ട് നമുക്ക് ഡീപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫിനെ കുറിച്ചുള്ള ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് വരണം. ബിക്കോസ് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഒരിക്കലും ഒരാളെയോ അല്ലെങ്കിൽ അതിന് മുൻപുള്ള നൗനെയോ അല്ല ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായ ആ ഒരു പാരഗ്രാഫിന്റെ ഐഡിയ അല്ലെങ്കിൽ ഓഥറിന്റെ കാഴ്ചപ്പാട്, അയാളുടെ ഉദ്ദേശം, നിർദ്ദേശം, അതിനൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മളോട് പോകുന്നത്. സോ ഐ ഹോപ്പ് ഇങ്ങനെ ഇത്രയൊരു ചെറിയൊരു സെഷൻ ഇന്ന് ഈ ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആയി, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്താണ്? കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, റീസണിങ് വെച്ചിട്ട് നല്ല രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കുക, ആ ഒരു പാരഗ്രാഫിനെ കുറിച്ചുള്ള ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ബിക്കോസ് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അത് റൈറ്ററിന്റെ ഐഡിയനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരിക്കലും സ്ട്രേറ്റ് ഫോർവേഡ് ആയ ആൻസർ ആകില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.